RLV രാമകൃഷ്ണന് എതിരായ സത്യഭാമയുടെ പരാമർശം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കേരളത്തിൽ ഇങ്ങനത്തെ മനസ്സിലുള്ളവരുണ്ടോ? സത്യഭാമയെ പോലുള്ള ഒരു കലാകാരിയുടെ മനസ്സ് ഇത്ര വികൃതമാണ് എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ വികൃതമായിട്ടുള്ള മനസ്സ് കേരളത്തിൽ ഒരിക്കലും വിലപ്പോവില്ല എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയണം. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി ഇതുപോലുള്ള വംശീയ പരാമർശങ്ങളെ ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്. ഇതിൽ ഒരു സംഘപരിവാറിൻ്റെ അജണ്ട ഇതിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലാതെ കുടുംബക്ഷേത്രത്തിൽ നൃത്തത്തിന് ക്ഷണിച്ചത് കൊണ്ടൊന്നും BJPയുടെ ഈ പാവക്കറ കളയാൻ കഴിയില്ല. ഇന്ന് ഉല്ലൂർ നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ്. അത് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ് ED സ്വീകരിക്കുന്നത്. ഒരു പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന നേരത്താണ് ഇങ്ങനെ ഒരു അറസ്റ്റ്. ഇത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും. കേരളത്തിൽ ഇത്തരം മനസ്ഥിതിയുള്ളവരുണ്ടോ? സത്യഭാമയെ പോലെയുള്ള ഒരു കലാകാരിയുടെ മനസ്സ് ഇത്രയും വികൃതമാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഇത്തരം മനസ്സ് കേരളത്തിൽ വിലപ്പോകില്ല. ഇത്തരം വംശീയ പരാമർശങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായി എതിർക്കണം. ഇതിലൊക്കെ സംഘപരിവാർ അജണ്ട കാണാൻ കഴിയും. കുടുംബക്ഷേത്രത്തിലെ നൃത്തത്തിന് ക്ഷണിച്ചതുകൊണ്ടൊന്നും ഇതിന്റെ പാപക്കറ കഴുകിക്കളയാൻ കഴിയില്ല. തൃശൂരിൽ പ്രചരണത്തിനിറങ്ങുമ്പോൾ എല്ലാവരിൽ നിന്നും നല്ല പ്രതികരണവും പിന്തുണയുമാണ് ലഭിക്കുന്നത്. ചിലർ സർവേയുമായി ഇറങ്ങിയത് ആരും മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല. ഇത് മാനിപ്പുലേറ്റഡ് ആണ്. വടകരയിൽ P. ജയരാജൻ വിജയിക്കുമെന്ന് കഴിഞ്ഞ തവണ പറഞ്ഞവരാണ് ഇപ്പോൾ സർവേയുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ ചില ഗിമ്മിക്കുകൾ കാണിക്കുന്നുണ്ട്. ഇതൊന്നും ആരും മുഖവിലക്കെടുക്കില്ല. ഇതുകൊണ്ട് UDF പ്രവർത്തകരുടെ മനോവീര്യം തകരില്ല. തൃശൂർ ഉൾപ്പെടെ 20-ൽ 20ഉം UDF ജയിക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കേജ്രിവാളിനെതിരെ നടപടി സ്വീകരിക്കുന്നത് തെറ്റായ സമീപനമാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിനെതിരെ ശക്തമായ സമരത്തിനിറങ്ങും. കേരളത്തിലെ BJPയുടെ പതിപ്പാണ് പിണറായി വിജയൻ. ഒരു യോഗത്തിൽ പോലും മോദിയെക്കുറിച്ച് ഒരക്ഷരം പിണറായി മിണ്ടാറില്ലെന്ന് മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനവും മുരളീധരൻ ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിയെ മാത്രമാണ് വിമർശിക്കാറുള്ളത്. സംഘപരിവാർ മനസ്സുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ജൽപ്പനങ്ങൾ ആരും മുഖവിലക്കെടുക്കില്ല. അത്രയ്ക്ക് കോൺഗ്രസ് വിരോധം പിണറായിക്കുണ്ടെങ്കിൽ കോൺഗ്രസ് പിന്തുണയോടെയുള്ള മത്സരം വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അല്ലാതെ ഇവിടെ വന്ന് പിച്ചും പേയും പറയുകയല്ല വേണ്ടത് എന്നും മുരളീധരൻ പറഞ്ഞു. ഒരു യോഗത്തിൽ പോലും മോഡിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. രാഹുൽ ഗാന്ധിയെ മാത്രം വിമർശിക്കുന്ന ഈ സംഘപരിവാർ മനസ്സുള്ള മുഖ്യമന്ത്രി, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണല്ലോ. രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ ഔദാര്യത്തിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ജൽപ്പനങ്ങൾ ആരും മുഖവിലേക്ക് എടുക്കില്ല. അത്രയ്ക്ക് കോൺഗ്രസ് വിരോധം അദ്ദേഹത്തിനുണ്ടെങ്കിൽ കോൺഗ്രസ് പിന്തുണയോടുകൂടിയുള്ള മത്സരം വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റ് അദ്ദേഹം കാണിക്കാം. കോൺഗ്രസിൻ്റെ ഔദാര്യത്തിലാണ് രാജസ്ഥാനിൽ മത്സരിക്കുന്നത്. അവരാണ് ഇവിടെ വന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി.